എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നലെ റിസൾട്ട് വന്നു അല്ലേ? ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് വന്നു. നമ്മൾ ഇന്നലെ നമ്മുടെ ചെന്നൈ സോണിന്റെ റിസൾട്ട് നോക്കിയായിരുന്നു. കാരണം നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് വെച്ചിരുന്നത് ചെന്നൈ സോണാണ്. അപ്പൊ അറിയാൻ കാത്തിരുന്നതും ആ ഒരു സോൺ തന്നെയാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് എന്താണ് ഏകദേശം എല്ലാ സോണിന്റെയും റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു സോൺ വൈസ് കട്ട് ഓഫ് അറിയണം. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ സോൺ വൈസും ഓരോ കാറ്റഗറി വൈസ് വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ RRB ഭുവനേശ്വർ എടുക്കുകയാണെങ്കിൽ അവിടെ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത് 76.68 ആണ്. ഇനി SCയുടേതാണെങ്കിൽ 67 ആണ്. ദെൻ ST ആണെങ്കിൽ 58 ആണ്. OBC ആണെങ്കിൽ 75, EWs 69. ഇങ്ങനെയാണ് നമ്മുടെ RRB ഭുവനേശ്വർ സോണിൽ വരുമ്പോൾ കട്ട് ഓഫ് വരുന്നത്. ഇനി നമ്മുടെ പ്രയാഗ്രാജ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു എന്താ പറയുന്നത് സോൺ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫും എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കൂടുതലാണ്. 78 ആണ് പ്രയാഗ്രാജിലെ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 72 SCക്കാണ്. STക്ക് 66.65 ആണ് കട്ട് ഓഫ് വരുന്നത്. OBCക്ക് 77 ആണ്. EWSന് 74 ആണ് കട്ട് ഓഫ് വരുന്നത്. RRB ചെന്നൈ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നലെ നോക്കിയതാണ്. 78 ആണ് നമ്മുടെ UR കാറ്റഗറിക്ക്, 70 SC കാറ്റഗറിക്ക്, 63 ST കാറ്റഗറി, 76 എന്ന് പറയുന്നത് OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. EWSന്റെ കട്ട് ഓഫ് ആണ് 71 എന്ന് പറയുന്നത്. ഇനി RRB ഭോപ്പാൽ സോൺ എടുക്കുമ്പോൾ ഭോപ്പാൽ സോണില് നമ്മുടെ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത് 77 ആണ്. 73 ആണ് നമ്മുടെ SC കാറ്റഗറിയുടെ കട്ട് ഓഫ്. 67 ST, 77 OBC, 77.41 ആണ്. ദെൻ 75 എന്ന് പറയുന്നത് EWSന്റെ കട്ട് ഓഫ് ആണ്. ഇനി RRB അഹമ്മദാബാദ് എടുക്കുമ്പോൾ 72 ആണ് കട്ട് ഓഫ് വരുന്നത്. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് 72 ആണ്. 66 എന്ന് പറയുന്നത് നമ്മുടെ SC കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. ST കാറ്റഗറിയുടെ കട്ട് ഓഫ് 62 ആണ്. 71 ആണ് അവിടെ OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. EWSന്റെ കട്ട് ഓഫ് 67 ആണ്. ഇനി RRB റാഞ്ചി നോക്കുമ്പോൾ 72 URന്, 58 SC, 61 ST, 71 OBC, 61.63 EWSന്റെ കട്ട് ഓഫ് ആണ്. എന്താ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കുറഞ്ഞ കട്ട് ഓഫ് വരും RRB റാഞ്ചി എന്നൊക്കെ പറയുന്നത്. ഇനി RRB ബിലാസ്പൂർ നോക്കുമ്പോൾ 76.14 ആണ് നമ്മുടെ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. 67 ആണ് SC കാറ്റഗറിയുടെ കട്ട് ഓഫ്. 62 ST കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. 75 OBCയുടേത്, 69 EWS. ഇനി RRB അജ്മീർ എടുക്കുമ്പോൾ 79 UR കാറ്റഗറിയുടെ കട്ട് ഓഫ്. അത്യാവശ്യം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്നത്, അതായത് ജനറൽ കാറ്റഗറിക്ക് നല്ല രീതിയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് RRB അജ്മീറിലാണ്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് അജ്മീറിലാണ്. 79.70 ആണ് കട്ട് ഓഫ് വരുന്നത്. ഇനി 71 SC കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. 71 STയുടേതും അവിടെ എന്താണ് സെയിം ആണ്. SCയുടേതും STയുടെ കാറ്റഗറിയുടെയും കട്ട് ഓഫ് സെയിം ആണ് കേട്ടോ. ഇനി 70 ആണ്, 70.90 ആണ് അവിടെ EWSന്റെ കട്ട് ഓഫ് വരുന്നത്. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സോണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് RRB അജ്മീറിലാണ്. ഇനി RRB ബാംഗ്ലൂർ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന RRB ബാംഗ്ലൂർ സോൺ നോക്കുമ്പോൾ 70 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 62 ഇപ്പൊ നമ്മുടെ കുട്ടികൾ കേരളത്തിലുള്ള ഒരുപാട് പേര് ചെന്നൈ ഓപ്ഷൻ ആയിട്ട് എടുത്ത കുട്ടികളും ഉണ്ട്. അതുപോലെ ബാംഗ്ലൂർ ഓപ്ഷൻ ആയിട്ട് എടുത്ത, അതായത് ബാംഗ്ലൂർ സോൺ വെച്ച് കൊടുത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ അവിടെ വരുന്നത് UR കാറ്റഗറിക്ക് ആണെങ്കിൽ 70 ആണ് കട്ട് ഓഫ് വരുന്നത്. ഇനി 62 ആണ് SCയുടെ കട്ട് ഓഫ്. 60 ആണ് ST കട്ട് ഓഫ് വരുന്നത്. ഇനി 64 ആണ് OBC കട്ട് ഓഫ് വരുന്നത്. 60 ആണ്, 60 മാർക്കാണ് EWSന്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ സോണിൽ അത്യാവശ്യം നല്ലപോലെ ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്തവർക്ക് ഒരു എന്താ പറയുന്നത് നല്ലൊരു മാർക്കായിരുന്നു അല്ലെ. 60ഒക്കെയാണ് EWSന് അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇനി RRB ചണ്ഡീഗഡ് എടുക്കുമ്പോൾ 72.21 ആണ് കട്ട് ഓഫ് വരുന്നത്. 65 SC, 60.69 STക്ക് വരുന്നുണ്ട്. 70.29 എന്ന് പറയുന്നത് OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. 66.68 എന്ന് പറയുന്നത് EWSന്റെ കട്ട് ഓഫ് ആണ്. ഇനി RRB മുംബൈ എടുക്കുമ്പോൾ 77.89 ആണ് UR കാറ്റഗറിയുടെ കട്ട് ഓഫ്. അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടായിരുന്ന ഒരു സോൺ കൂടിയായിരുന്നു നമ്മുടെ മുംബൈ സോൺ എന്ന് പറയുന്നത്. RRB മുംബൈ 71 എന്ന് പറയുന്നത് SCയുടെ കട്ട് ഓഫ് ആണ്. 65 എന്ന് പറയുന്നത് ST കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. 77.13 എന്ന് പറയുന്നത് OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. EWSന്റെ കട്ട് ഓഫ് 74.09 ആണ്. ഇനി
RRB ഖൊരഗ്പൂർ നോക്കുകയാണെങ്കിൽ 76 ആണ്. 68 എന്ന് പറയുന്നത് SC ആണ്. SC കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. 61 എന്ന് പറയുന്നത് ST കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. 75 എന്ന് പറയുന്നത് OBC കാറ്റഗറിയിൽ പെട്ടവരുടെ കട്ട് ഓഫ് ആണ് കേട്ടോ. ഇനി 70 എന്ന് പറയുന്നത് EWS കട്ട് ഓഫ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ അജ്മീർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സോണ് നോക്കുമ്പോഴും എല്ലാ സോണിലും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് RRB കൊൽക്കത്തയിലാണ്. RRB കൊൽക്കത്തയുടെ കട്ട് ഓഫ് വരുന്നത് 80 ആണ്. 80 മാർക്കാണ് അവിടെ കട്ട് ഓഫ് വരുന്നത്. 80.22 ആണ് കട്ട് ഓഫ് വരുന്നത്. ജനറൽ കാറ്റഗറിക്ക് 73 ആണ് SC കാറ്റഗറിയുടെ കട്ട് ഓഫ്. ST കാറ്റഗറിയുടെ കട്ട് ഓഫ് 63.27 ആണ്. 75.97 ആണ് അവിടെ OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. 72 ആണ് EWS കാറ്റഗറിയുടെ കട്ട് ഓഫ്. ഇനി RRB സെക്കന്ദരാബാദ് 76.99 ആണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. 68.93 ആണ് നമ്മുടെ SC കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. ST കാറ്റഗറിയുടെ കട്ട് ഓഫ് 65.79 ആണ്. 76.94 ആണ് അവിടെ OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. ഇനി EWSന്റെ കട്ട് ഓഫ് 69.14 ആണ് കേട്ടോ. ഇനി RRB ഗുവാഹത്തി അത്യാവശ്യം ഒത്തിരി വേക്കൻസി ഉണ്ടായിരുന്ന ഒരു സോൺ തന്നെയാണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. അവിടെയും നല്ല രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ഉണ്ട്. പ്രധാനമായിട്ടും ചെന്നൈ പോലെ വരുന്ന ഒരു കട്ട് ഓഫ് അവിടെ ഉണ്ടായിരുന്നു. 77.62 ആണ് അവിടെ UR കാറ്റഗറിയുടെ കട്ട് ഓഫ്. 73 ആണ് SC കാറ്റഗറിയുടെ കട്ട് ഓഫ്. 73.86 ആണ്. 66.06 ആണ് ST കാറ്റഗറിയുടെ കട്ട് ഓഫ്. 76.96 ആണ് നമ്മുടെ OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. 74.73 ആണ് നമ്മുടെ EWS കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. ഇനി RRB പാറ്റ്ന എടുത്ത് നോക്കുമ്പോൾ പാറ്റ്നയിൽ വരുന്നത് UR കാറ്റഗറിയുടെ കട്ട് ഓഫ് 78.45 ആണ്. 67.60 ആണ് SC കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. SC കാറ്റഗറിയുടെ കട്ട് ഓഫ് 67.60 ആണ്. ഇനി 61.40 ആണ് ST കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് 78.28 ആണ്. വലിയ വ്യത്യാസമില്ല ഇവിടെ നോക്കുമ്പോൾ. UR കാറ്റഗറിയുടേതും നമ്മുടെ OBC കാറ്റഗറിയുടേതും RRB പാറ്റ്നയിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 78.45ഉം 78.28ഉം ഏകദേശം ഒരേ മാർക്കിംഗ് രീതി തന്നെയാണ്. അതായത് ഒരേ കട്ട് ഓഫ് തന്നെയാണ് ഈ രണ്ട് കാറ്റഗറിക്കും പാറ്റ്നയിൽ വരുന്നത്. 75.19 ആണ് അവിടെ EWS കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നമ്മുടെ RRB കൊൽക്കത്തയിലാണ്. അതിനുശേഷം അജ്മീർ, പിന്നെ നമ്മുടെ ചെന്നൈ സോണൊക്കെയാണ് വരുന്നത്. ചെന്നൈ, RRB, പാറ്റ്ന അവിടെയൊക്കെയാണ് കട്ട് ഓഫ് ഉയർന്ന കട്ട് ഓഫ് വരുന്നത്. ഇനി ഏറ്റവും കുറവ് കട്ട് ഓഫ് ചോദിക്കുകയാണെങ്കിൽ ഉള്ളതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ RRB റാഞ്ചിയിലാണ് കേട്ടോ. RRB റാഞ്ചിയിൽ 72.85. പിന്നെ RRB ബാംഗ്ലൂരിൽ 70, അതായത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബാംഗ്ലൂരിലെ ഏറ്റവും കുറവ് കട്ട് ഓഫ് ആയിരുന്നു. 70.28 ആണ് അവിടെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫിന്റെ ബേസിൽ നമ്മുടെ എന്താണ് ഇനി വരുന്ന, അതായത് ഇപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, ഒരു നവംബർ ഒക്കെ ആകുമ്പോൾ അടുത്ത നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് സോൺ ബേസ് ചൂസ് ചെയ്യാനൊക്കെ ഈ ഒരു കട്ട് ഓഫിന്റെ ഒരു രീതിയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോണൊക്കെ ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ഒരു PDF നമ്മൾ കൊടുക്കാം കേട്ടോ. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം. ഈ ഒരു മാർക്ക്, അതായത് സോൺ ബേസ് വരുന്ന ആ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ PDF കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നതിൽ കുറെ കുട്ടികളൊക്കെ നമ്മുടെ കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കലിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെയിൽവേയിൽ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കാൻ കേട്ടോ.